This is NDTV, and you're watching Classics. Kallar is less than an hour's drive from Thiruvananthapuram, the perfect place for a weekend getaway. Although once earmarked as a promising tourist destination, the government now seems to have other ideas. A 40-year-old proposal for an irrigation project has been revived, and the whole village has been asked to make way for constructing a dam. സർക്കാരിൻ്റെ ഈ പുതിയ പദ്ധതി ഡെമോക്രാസിൻ്റെ വാൾ പോലെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് അന്യായം തന്നെയാണ്. ഇവിടെ ടൂറിസ്റ്റ് കോംപ്ലക്സ് സ്ഥാപിക്കാമെന്നും ടൂറിസ്റ്റുകൾക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ കൊടുക്കാമെന്നും ഒക്കെ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. For years, the people of Kallar had lived off the forest until the government decided to ban all activity in the forest area. But old habits die hard, and the villagers continue to live off the forest today, illegally chopping down trees to be sold as firewood in the city. ഞങ്ങളുടെ ഒരു വയസ്സായ അപ്പൂപ്പൻ മരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ചുരുക്കം പറഞ്ഞാൽ ഒരു 25 വയസ്സ് വരെ കളക്ട് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ല വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പറ്റാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് 1 സെൻറ്റ് 1.5 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് കറണ്ട് ഉണ്ടോ?
കണക്ഷൻ ചോദിച്ചിട്ടുണ്ട്. As with most villages in the hills of Kerala, Kallar too is a picture of neglect, with even basic amenities scarce or missing. Few houses here have power connections, and those that do have very low voltage. Ironically, a newly commissioned hydroelectric project is within walking distance. People here say that they have always been victims of election doublespeak. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് വന്നിട്ടും ഞങ്ങളെ വീട്ടുകളിൽ തന്നില്ല. ഞങ്ങൾ പോയി കേൾക്കാൻ പോയപ്പോൾ കഴിഞ്ഞവണ ഇലക്ഷന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ്, അതിനുശേഷം ഇപ്പോഴും 10,000 രൂപ അവിടെ കെട്ടിവെച്ചാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പാർട്ടിക്കാരുടെ പറഞ്ഞ്, നേതാക്കന്മാരുടെ പറഞ്ഞ്, എല്ലാവരുടെയും പറഞ്ഞ്, ആരും ഇതുവരെ കേട്ടോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. രാഷ്ട്രീയക്കാരെ ഇവിടെ വരുന്ന ഇലക്ഷൻ വരുന്ന സ്ഥാനാർത്ഥികൾ കല്ലാർ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഡാം വേണ്ട എന്ന്, ഇല്ല നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറയുകയും ഈ ഭാഗം കഴിഞ്ഞിട്ട് മറ്റു ഭാഗങ്ങളിൽ ചെന്ന് ഡാമിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇടത്തപ്പ നയമാണ്. കറണ്ട് ലൈനിലേ ഉള്ളൂ, വീടുകളിലൊന്നും കിട്ടി കൊടുത്തില്ല. 1-2 വീട്ടിലേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കും കറണ്ട് ഇല്ല. എത്ര നാളായിട്ട് പറയുന്നത്? 10-12 വർഷം കൊണ്ട് പറയാമല്ലോ. ഇതുവരെ തന്നിട്ട്? ആ, ഇവിടെ 1-2 വീട്ടിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എല്ലാ വീടുകളിലും പറയാറുണ്ട്. അവരൊന്നും അത് മൈൻഡ് ചെയ്യില്ല. അവർക്ക് ഇലക്ഷൻ ടൈമിന് മാത്രം അവർക്ക് വോട്ട് ചെയ്യണമെന്നല്ല, വേറെ ഒന്നും അവർ മൈൻഡ് ചെയ്യില്ല. ഇവിടെ ഏതാണ്ട് കുടികൾ എന്നെ കെട്ടിക്കിടക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ കഴിയും 41 വർഷം വരെ ഞാൻ ഇവിടെ താമസമായിട്ട് ഇന്നുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടി വി ഇല്ല. ഇവിടെ വെളിയിലുള്ളവർ സിനിമ എല്ലാം ടി വി എല്ലാം വെച്ച് കാണുന്നു. അപ്പോൾ ഇത്രയും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടി വിക്ക് പയ്യൻ കൊടുത്തു, സ്ഥലം കൊടുത്തു. എല്ലാവർക്കും വേണ്ടിയിട്ട് ടി വി കാണാനും വാർത്ത കേൾക്കാനും വേണ്ടി. ഞങ്ങൾക്ക് കാണിക്കുന്നില്ല. അവർ പഞ്ചായത്തിലെടുത്തിരിക്കുന്ന ഇപ്പോൾ സ്ഥലം കൊടുത്തവരായില്ല, താക്കോൽ കൊടുക്കില്ല, ടി വി കൊടുക്കില്ലാന്ന്. അപ്പോൾ സ്ഥലം കൊടുക്കാം, 1 സെൻറ്റ് ഭൂമി കിട്ടുന്നത് ഞങ്ങൾക്ക് അവർക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കാം. ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കറണ്ട് കിട്ടുന്നില്ല. പകരം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് ടി വി തന്നെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം. വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി. വോട്ട് ചെയ്തുകൊണ്ട് ആയിടത്തോളം ദോഷമേ ഉള്ളൂ. ഈ നമ്മുടെ ജീവിതത്തിന് ദോഷം തെറ്റിപ്പറ്റിയുള്ള. This cynical attitude towards the elections is common to Kerala's hill villages, where development has always been low on the list of priorities. വികസനം ഇല്ല, സംബന്ധിച്ച് ഒരു വികസനം ഇല്ല. ഡാം വരുന്നതുകൊണ്ട് ഒരു വികസനം ഇല്ല. നിങ്ങളെ പഞ്ചായത്തിന് ഇങ്ങനെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡാം വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കും എന്നുള്ള വാഗ്ദാനങ്ങളുണ്ട്. ഇവിടെ ഒരു വികസനമില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു സത്രം വരാൻ പോകുന്നു. അതിന് ഇവിടുത്തെ സിറ്റിംഗ് MLA തറക്കല്ലിട്ടിട്ട് ആ MLA പോലും കാണാനില്ല. വീടുകളെയൊക്കെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഗ്യാസ് ബോർഡുകളും അതും ഇതുമൊക്കെ പറക്കി വെച്ചാണ് ഞങ്ങളെ വീട്ടിൽ കഴിയുന്നത്. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നായിരുന്നാലും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും തന്നെ തരാമെന്ന് പറയുന്നത് തരുന്നില്ല. ആവശ്യപ്പെട്ടാലും അവർ ഇങ്ങനെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ വരുമ്പോഴത്തേക്കെല്ലാം അവർ പറയും നിങ്ങൾ വോട്ടിടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളിവിടെ കാണുമെന്ന് പറയും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ കാണാൻ സാധിക്കില്ല. അവരവരെ കാര്യം നോക്കും. നമ്മൾ ഇതുപോലെ പഴയ രീതിക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇലക്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇലക്ഷനെ കാണുന്നത്? എങ്ങനെയാണ് ഇലക്ഷനെ കാണുന്നത്? സാധാരണ രീതി തന്നെ കാണുന്നത്. വോട്ടുമെടുത്തൊക്കെ മാത്രമേ ആൾക്കാർ വരുള്ളൂ. വോട്ടിൻ്റെ അവസരമാകുമ്പോഴാണ് കൂടുതലും ഇതായിട്ടൊക്കെ വരുന്നത്. അല്ലാത്തപ്പോഴും സാധാരണ ഗതിയിൽ അങ്ങനെ വരാറില്ല. Too many dishonored promises seem to have taught the villagers to try and be self-reliant. Although they continue to believe in the election process, they say that they have lost faith in elected representatives. മാറി വരുന്ന സർക്കാർ രാഷ്ട്രീയക്കാരെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവരോട് വോട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു പൊതുവായ ഒരു ഗുണമോ അല്ലെങ്കിൽ ഒരു വികസനമോ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി നോക്കിയിട്ട് തന്നെയാണ് വോട്ട് ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ അതെല്ലാം പാർട്ടി നോക്കാറില്ല. ഇനി പൊതുവിൽ ഈ രാഷ്ട്രീയം ഇനി എല്ലാം മറന്ന് ഈ പാവപ്പെട്ടവരെ ഞങ്ങളെല്ലാം ഇനി സംഘടിച്ചുകൊണ്ട് നിന്നാൽ കൊള്ളാമെന്ന് ഒരു സ്വന്തമായിട്ട് അങ്ങനെയെങ്കിലും ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ള ആണ് മനസ്സിൽ ഇപ്പോൾ ഉള്ളത്.
എന്തെങ്കിലുമൊക്കെ ഇവിടെ ഈ നാട്ടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ വന്ന് നമ്മളോട് വോട്ട് ചോദിക്കും. വോട്ട് ചോദിക്കുമ്പോൾ അപ്പോഴത് നടപ്പാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ജനങ്ങളവിടെ സന്ദർശിച്ച് വോട്ടുകൾ വാങ്ങിച്ച് അവർ ജയിപ്പിച്ചു വിടും. ജയിപ്പിച്ചു വിടുമ്പോഴത്തേക്ക് പിന്നെ അവരും കൂടി തിരിഞ്ഞു പോലും നോക്കൂല. അതാണ് സ്ഥിതി. അതുകൊണ്ടാണ് വീണ്ടും രാഷ്ട്രീയക്കാർ വരുമ്പോഴും നമ്മൾ വീണ്ടും ഇലക്ഷന് പോകണോ, നിൽക്കണോ, അവരെയൊക്കെ സഹായിക്കണോ എന്നൊക്കെ നമുക്ക് തോന്നണത്. അതെ, ജനങ്ങൾ അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരെ ഇടപെടുത്താതെ. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും ഉണ്ട്. അവർ ഒരു രാഷ്ട്രീയ കക്ഷികളോടും തുറന്ന് അങ്ങോട്ട് ചെന്ന് സമീപിക്കുന്നില്ല നിങ്ങൾ സഹായിക്കണമെന്ന്. ഞങ്ങൾ സ്വയം സംഘടിച്ച് ഇതിന് ഒരു ശക്തി പകർന്നു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കുടിയേറക്കാരനായിട്ട് പോലീസും അവർ ഒരുപാട് അറസ്റ്റ് വാറണ്ടും കൊണ്ടുവന്നിരുന്നത്. അന്ന് ഞങ്ങൾ എല്ലാം കൂടെ സംഘടനമായിട്ട് ചേർത്ത് നിന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയമില്ല. ഞങ്ങൾ ചേർത്ത് നിന്ന് അവരോടൊക്കെ മടങ്ങി പോവുകയാണ് ചെയ്തത്. സ്വന്തമായിട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. The threat of eviction is today the main issue for voters in the almost 200 villages that lie in the proposed construction area. In these elections, long pending demands for development are unlikely to be raised again by people here, who say that this time they'll be voting to protect their very right to life. ചോദിക്കുന്നുണ്ട്, അവർക്ക് സിമ്പതിയുള്ളവർക്ക് കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല. ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്? ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ പലരും പല പാർട്ടികളല്ലേ വന്നാൽ ഓരോരോ പാർട്ടികളിൽ വന്നിട്ട് അവരൊരു ഇഷ്ടാനുസരണം വോട്ട് ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വരച്ച് അവർ വോട്ട് ചെയ്യിപ്പിക്കും. ഈ ഇലക്ഷൻ സമയത്ത് ഓരോരുത്തർ വന്ന് ഓരോന്നും ഇവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പിന്നെ ആ മനുഷ്യരെ കാണാനും സാധിച്ചിട്ടില്ല ഇതുവരെ. അതേപോലെ ഒരു അനുഭവമാണ് ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു വിചാരമാണ് നമുക്കുള്ളത്. ഈ കോളനി നമുക്ക് വേണ്ടിയിട്ട് കിട്ടണം. ഇവിടെ നിന്ന് പോകാൻ നമ്മൾ തയ്യാറല്ല. This is Bobby Nair in Kerala's Kallar village reporting for the Village Voice.